ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള കൽമാസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് വഴണ്ട് പോകണ്ട, എന്നാലും ഒരു മീഡിയം ടൈപ്പിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെയും വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. കണ്ണൂറുകാരുടെ സ്വന്തം കൽമാസ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇപ്പം അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം വഴണ്ട് കിട്ടിയാൽ മതിയാകും. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാകും. അതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്ത ബീഫിൻ്റെ കഷ്ണമാണ്. അതിനെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയെല്ലാം ബീഫിലൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണെങ്കിൽ നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് അല്ലെങ്കിൽ ആ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കൊടുത്ത് ശേഷം തന്നെ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാവ് എടുക്കുക. അതിനനുസരിച്ച് തന്നെ തേങ്ങയൊക്കെ എടുക്കുക. അപ്പം ഞാൻ ആ ഒരു മാവിലേക്ക് ചതച്ച് വെച്ച് കൊടുത്ത മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് മിക്സ് ആവണം. ആ മാവിലൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബീഫിൻ്റെ കൽമാസാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ മുട്ട കൽമാസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മാവ് നമ്മൾ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് അരി അരച്ചിട്ടും തയ്യാറാക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പുറമേ എല്ലാം സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. മാവെല്ലാം ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറിയ ചൂടോട് കൂടി വേണം ഇതേപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല പോലെ അയഞ്ഞു വരണം. അതേ രീതിയിൽ നല്ല പോലെ കുഴച്ചെടുത്താൽ മാത്രമേ ആ ഒരു മാവ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കയ്യിലൊന്ന് പരത്തിയെടുക്കാം.
അതിനായിട്ട് ഞാൻ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തത്. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തത്. എന്നിട്ട് ഇതാ ഓരോ ഉരുളയായിട്ടെടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. ഈ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ ഫില്ലിങ് അതനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ കയ്യിൽ ഇങ്ങനെ വെച്ചൊന്ന് മടക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ കൽമാസ് നല്ല രീതിയിൽ ഷേപ്പായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരു കൽമാസ് റെഡി ആയിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം. അല്പം എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇതേപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതിയാകും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ കൽമാസും അതേപോലെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം എല്ലാ കൽമാസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്ര മാത്രമല്ല വേറൊരു പാത്രത്തിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. വാഴയിലയിൽ വെച്ച് ഇതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു മണവുമാണ്. അപ്പോൾ വാഴയില കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്തിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന കൽമാസ് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനായിട്ട് വേറൊരു മസാല വേണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തതാണ്. അതിനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൽമാസ് ഇതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാകും. അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പം ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ ഒരു മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പുറമേയുള്ള ബാക്കിയെല്ലാം നമ്മൾ വേവിച്ചതായതുകൊണ്ട് ഇനി അത് ഒരുപാടിട്ട് വേവിച്ച് കരിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഇപ്പം മുളക് പൊടിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് കാണാനും ഭംഗി, ടേസ്റ്റും ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു മുളക് പൊടിയിൽ മുക്കിയിട്ട് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഞാൻ അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂറുകാരുടെ സ്വന്തം കൽമാസ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ നോമ്പിന് നിങ്ങൾക്ക് വീട്ടിൽ താരമാകാൻ ഈ ഒരു കൽമാസ് മാത്രം മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.